കൊച്ചി ധനുഷ്കോടി ദേശീയപാത വികസനവുമായി ബന്ധപ്പെട്ട് നൽകിയ റിവ്യൂ പെറ്റീഷൻ തള്ളി ഹൈക്കോടതി. തൊടുപുഴ സ്വദേശിയും പരിസ്ഥിതി പ്രവർത്തകനുമായ MN ജയചന്ദ്രനാണ് റിവ്യൂ പെറ്റീഷൻ നൽകിയത്. കേസിൽ വിശദമായ വാദം കേട്ടതാണെന്നും നിലവിലുള്ള രേഖകൾ പ്രകാരം റോഡിനിരുവശവും റവന്യൂ ഭൂമിയാണെന്നും കേന്ദ്ര സർക്കാർ നാഷണൽ ഹൈവേ അതോറിറ്റിക്ക് നിർമ്മാണ പ്രവർത്തനത്തിനുള്ള അനുമതി നേരത്തെ തന്നെ കൊടുത്തിരുന്നതാണെന്നും അന്ന് വനം വകുപ്പ് കേന്ദ്ര സർക്കാരിന്റെ നടപടികളെ എതിർത്തിരുന്നില്ലെന്നും വ്യക്തത വരുത്തിയ ഹർജി തള്ളിയത്. കൊച്ചി ധനുഷ്കോടി ദേശീയപാതയുടെ വികസനവുമായി ബന്ധപ്പെട്ട് നൽകിയ റിവ്യൂ പെറ്റീഷനാണ് ഹൈക്കോടതി തള്ളിയത്. കൊച്ചി ധനുഷ്കോടി ദേശീയപാതയിൽ നേരിമംഗലം മുതൽ വളറ വരെയുള്ള 14.5 കിലോമീറ്റർ ദൂരം ദേശീയപാത വികസനവുമായി ബന്ധപ്പെട്ട് വനം വകുപ്പ് തടസ്സപ്പെടുത്തിയതിനെ തുടർന്ന് 1932 മുതൽ ഇത്രയും ദൂരം റോഡിന്റെ നടുക്കുനിന്നും ഇരുവശങ്ങളിലേക്കും 50 അടി വീതം 100 അടി വീതിയിൽ രേഖകൾ പ്രകാരം റവന്യൂ ഭൂമിയാണെന്നും നിർമ്മാണ പ്രവർത്തനങ്ങൾ തടസ്സപ്പെടുത്തുന്നതിൽ നിന്നും വനം വകുപ്പിനെ തടയണമെന്നും ആവശ്യപ്പെട്ട് മൂവാറ്റുപുഴ നിർമ്മല കോളേജ് ബിരുദ വിദ്യാർത്ഥി കിരൺ സിജു നേരിമംഗലം വാളറ റോഡ് സൈഡിൽ കരിക്ക് വിറ്റു എന്നതിന്റെ പേരിൽ 2022 ഓഗസ്റ്റ് 15 വനം വകുപ്പ് ജയിലിലടച്ച മീരാൻ ഇരുമ്പുപാലം, ഫാർമേഴ്സ് അവയർനെസ് റിവൈവൽ മൂവ്മെന്റ് ജനറൽ സെക്രട്ടറി സിജുമോൻ ഫ്രാൻസിസ്, ട്രഷറർ ബബിൻ ജെയിംസ് എന്നിവർ കേരള ഹൈക്കോടതിയിൽ ഫയൽ ചെയ്ത കേസിൽ അനുകൂല വിധി വാങ്ങി നിർമ്മാണ പ്രവർത്തനങ്ങൾ നടന്നുവരവെ വിധിക്കെതിരെ അപ്പീൽ പോകാനുള്ള വനം വകുപ്പ് നീക്കത്തിന് ചീഫ് സെക്രട്ടറി അനുമതി നിഷേധിച്ചതിനെ തുടർന്ന് തൊടുപുഴ സ്വദേശിയും പരിസ്ഥിതി പ്രവർത്തകനുമായ MN ജയചന്ദ്രൻ എന്നയാൾ ഹൈക്കോടതിയെ സമീപിച്ച് റിവ്യൂ പെറ്റീഷൻ ഫയൽ ചെയ്യുകയായിരുന്നു. അദ്ദേഹത്തിന് വേണ്ടി മുൻ ഫോറസ്റ്റ് GP സന്ദേശ് രാജ ഹാജരാകുകയും ചെയ്തിരുന്നു. ഈ റിവ്യൂ പെറ്റീഷനാണ് കോടതി തീർപ്പാക്കിയത്. കേസിൽ വിശദമായ വാദം കേട്ടതാണെന്നും നിലവിലുള്ള രേഖകൾ പ്രകാരം റോഡിനിരുവശവും റവന്യൂ ഭൂമിയാണെന്നും കേന്ദ്ര സർക്കാർ നാഷണൽ ഹൈവേ അതോറിറ്റിക്ക് നിർമ്മാണ പ്രവർത്തനത്തിനുള്ള അനുമതി നേരത്തെ തന്നെ കൊടുത്തിരുന്നതാണെന്നും അന്ന് വനം വകുപ്പ് കേന്ദ്ര സർക്കാരിന്റെ നടപടികളെ എതിർത്തിരുന്നില്ലെന്നും വ്യക്തത വരുത്തിയാണ് ഹർജി തള്ളിയത്. അതേസമയം സാധാരണക്കാരെ ദ്രോഹിക്കുന്ന നടപടികളിലാണ് വനം വകുപ്പിന് കൂടുതൽ ശ്രദ്ധയെന്നും അതിജീവന പോരാട്ടവേദി ചെയർമാൻ റസാഖ് ചൂരവേലിൽ ആരോപിച്ചു. കൊച്ചി മധുര ദേശീയ ഹൈവേയുമായി ബന്ധപ്പെട്ടുണ്ടായിട്ടുള്ള പുതിയ കോടതി വിധി ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റ് നടത്തിയ ഒളിച്ചുകളി ശ്രീ MN ജയചന്ദ്രനെ ഉപയോഗിച്ചുകൊണ്ട് ആ 100 അടി വീതി റോഡിന് അവകാശപ്പെട്ടതാണെന്നുള്ള വിധി അട്ടിമറിക്കാനുള്ള ഫോറസ്റ്റിൻ്റെ നിഗൂഢ നീക്കം പൊളിച്ചെടുക്കുന്ന വിധിയാണ് കേരള ഹൈക്കോടതിയിൽ നിന്ന് കിട്ടിയിട്ടുള്ളത്. അത് തീർച്ചയായിട്ടും ഈ ഹൈറേഞ്ചിനും ആകമാനം കിട്ടുന്ന ഒരു അനുഗ്രഹ വിധിയായിട്ടാണ് ഞങ്ങൾ കാണുന്നത്. ഈ കാര്യത്തിൽ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റ് നടത്തുന്ന അനവധി ഒളിച്ചുകളികളിൽ കഴിഞ്ഞ 5 പതിറ്റാണ്ടായി നടത്തുന്ന ഒളിച്ചുകളിയിൽ ഒരു കാര്യം കേരള ഹൈക്കോടതിയിലൂടെ തകർന്നിരിക്കുന്നു, ഫോറസ്റ്റിൻ്റെ നുണക്കഥ പൊളിഞ്ഞിരിക്കുന്നു എന്നുള്ളതാണ് ഈ വിധി നമുക്ക് നൽകുന്ന സന്ദേശം. 2 കേസുകളിലും കിരൺ സിജു അടക്കമുള്ളവർക്ക് വേണ്ടി അഡ്വക്കേറ്റ് ബിജോ ഫ്രാൻസിസ്, അഡ്വക്കേറ്റ് ജോസ് കുര്യാക്കോസ്, വിളങ്ങാട്ടിൽ അഡ്വക്കേറ്റ് ലൂയിസ് ഗോഡ്വിൻ എന്നിവർ ഹാജരായി. ന്യൂസ് ബ്യൂറോ, അടിമാലി.